ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ടോക്സിക്കായ ആളുകൾ എങ്ങനെയാണ്, ആരാണ്, എന്താണ് എന്നൊക്കെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും ഈ ടോക്സിസിറ്റീനെ ഇങ്ങനെ തരംതിരിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പുറത്തൊരാൾ നമ്മളോട് ടോക്സിക്കായി പെരുമാറിയാലും നമ്മളെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്. വെബിനാറിൽ അത് വായിച്ചപ്പോൾ എന്താണ് എനിക്കത് ഇതിനെപ്പറ്റി ഒരു ക്ലിയർ കട്ടായിട്ടുള്ള പിക്ചർ കിട്ടി. അതിന് എൻ്റെ ഒരുപാട് കൺഫ്യൂഷൻസ് മാറി. നിങ്ങൾക്കും അത് മാറുമെന്ന് വിചാരിക്കുന്നു. നമുക്കത് വായിക്കാം. ആരാണ് ടോക്സിക്? നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ആരൊക്കെയാണെങ്കിലും അവർ നിങ്ങൾക്ക് ടോക്സിക്കാണ്. അതിനർത്ഥം നിങ്ങളുടെ എനർജി മാച്ച് അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് ലവ് കൂട്ടേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ കൂടുതലായിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ ട്രൂത്ത് സ്വീകരിക്കാൻ അവർ റെഡി ആയിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അവർ അർഹിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്കത് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് നിങ്ങളവിടെ നിങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വളരെ സ്റ്റബ്ബോണായിട്ടുള്ള ആൾക്കാർ, വളരെ കടുംപിടുത്തക്കാർ, അവർ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണെന്ന് പറഞ്ഞ് അവർക്കങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിനെ ഡൗൺ പ്ലേ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. അവരെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. അവർ വളരെയധികം ട്രിഗർ ആവും, വളരെയധികം റിയാക്റ്റീവ് ആയെന്നും വരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരിലേക്ക് എത്തിക്കില്ല. അവരുടെ പ്ലാനിൽ കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവർ ട്രിഗർ ആവും. ടെൻഷൻ സീക്കിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും അവിടുത്തെ മെയിൻ ആൾ, അല്ലെങ്കിൽ അറ്റൻഷൻ അവർക്ക് കിട്ടണം. അടുത്തത്, അബ്യൂസിനെ നോർമലായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ അതൊരു കോമൺ തിങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, നിങ്ങളത് അനുഭവിക്കേണ്ടതാണ്, നിങ്ങളുടെ വില വേറൊരാൾ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടൊരു ആളാണ്. അബ്യൂസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ തന്നിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് വിക്ടിമിനെ ബ്ലെയിം ചെയ്യാൻ കൂട്ടു നിൽക്കാറുണ്ട്. ഒരാണ് അബ്യൂസിനെ എനേബിൾ ചെയ്യുന്നത്. വിക്ടിമിനെ എത്രമാത്രം അത് ഇമ്പാക്റ്റ് ചെയ്തു നോക്കുമ്പോൾ വിക്ടിമിന് നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് അതെന്ന് പറയുന്നത് യൂസർ വിക്ടിമിന് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും. ഈ വിക്ടിമിന് വേണ്ടത്ര വാലിഡേഷൻ കിട്ടില്ല. ചിലപ്പോൾ വിക്ടിമിനെ തന്നെ ബ്ലെയിം ചെയ്യാം. അതുകൊണ്ട് എനേബിളേഴ്സിനെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. നിങ്ങളെ തമാശകളിലൂടെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ, കളിയാക്കുന്ന ആൾക്കാർ, നിനക്കൊരു തമാശ പോലും എടുക്കാൻ പറ്റില്ലേ, ഓവർ സെൻസിറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ. പലപ്പോഴും ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക. ഒരു വിക്ടിമും ഒരുപാട് എനേബിളേഴ്സും ഒരു നാർസിസിസ്റ്റും ഒക്കെ ഗ്രൂപ്പായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു സെറ്റിങ്ങിൽ എനേബിളേഴ്സ് കൂടുതൽ റിയാക്റ്റീവ് ആവും. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാം നാർസിസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും അവരും ഒരു വിക്ടിം ആവാം എന്നുള്ള കാര്യം. പിന്നെ അബ്യൂസീവായ ആൾക്കാരെന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ അവരെ പറ്റി കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. ചില സമയത്ത് വളരെയധികം നല്ലതായിട്ട് അഭിനയിക്കും, ചില സമയത്ത് വളരെയധികം നെഗറ്റീവ് ആവും. അവർ ആരുടെ സൈഡിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും അവർ ലവിങ്ങും കെയറിങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറും. എന്നാൽ വേറൊരാളുടെ ഇൻഫ്ലുവൻസ് വരുമ്പോഴോ വേറൊരു എൻവിയോൺമെൻറ്റിൽ ചെന്നുപെടുമ്പോഴോ നിങ്ങളോട് വേറൊരു രീതിയിൽ പെരുമാറും. കൺഫ്യൂഷൻ എവിടെ വരുന്നോ അവിടെ ടോക്സിസിറ്റി ഉണ്ട്. ടോക്സിസിറ്റീനെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ടോക്സിസിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറയും. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളോട് അബ്യൂസീവ് ആണോ അല്ലെങ്കിൽ നമ്മൾ അബ്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ആരെങ്കിലും കാലക്രമേണ കുറച്ചായിട്ട് പോയസം നിങ്ങളിലേക്ക് തരും, നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ച് കളയും, നിങ്ങളെ ആരുമല്ല എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും, ഗ്രൂപ്പായിട്ട് നിങ്ങളെ കളിയാക്കാൻ നോക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു ചിന്ത വരും, നിങ്ങളെ ആർക്കും വേണ്ട, നിങ്ങളായിട്ട് ആർക്കും കമ്പനി കൂടാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ. പലപ്പോഴും കോൺഫിഡൻസ് കുറയുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള എൻവിയോൺമെൻറ്റും ആൾക്കാരും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഡ്രെയിൻ ആവുന്നതും. ഇതാണ് ലിസ്റ്റ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പ്രശ്നമായിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചതൊക്കെ എന്തായിരിക്കും പുറത്തുനിന്ന് ഉള്ള പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അറിയാം നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും. ഇത് കോഡ് കട്ടിങ് ചെയ്യേണ്ട ആൾക്കാരെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പോയിൻറ്റ്സുകളായിരുന്നു. ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഈ ഒരു ലിസ്റ്റ് കിട്ടിയപ്പോൾ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പറ്റിയിരുന്ന ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ. അപ്പോൾ കോഡ് കട്ടിങ് തന്നെ ചെയ്യാൻ നമ്മൾ വേറൊരാളായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള എൻവിയോൺമെൻ്റ് ആയിട്ട് എനർജറ്റിക് കോഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ കോഡുകളൊക്കെ എവിടേക്കൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് ഉപയോഗിക്കുക.
പ്രൈവറ്റ് സെഷനും വേറെ സർവീസസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ബയോയിലുള്ള ലിങ്ക് വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.